നമ്മളൊരു ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒരു വീഡിയോ രൂപത്തിലാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ആളുകൾ ആ ഒരു ഒപ്പീനിയൻ റിജക്ട് ചെയ്യുന്നത് എനിക്കൊരു പുതുമയല്ല. കാരണം ഇതിനേക്കാളൊക്കെ ഒരുപാട് മുൻപ് നമ്മളൊരു സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞപ്പോൾ കൂടെയുള്ള എല്ലാവരും എന്റെ അഭിപ്രായത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. സിനിമയുടെ പേര് കിങ് ലയർ. ടു കൺട്രീസ് എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ദിലീപിന്റേതായി പുറത്തിറങ്ങിയ ഒരു ചിത്രം. വർഷങ്ങൾക്ക് ശേഷം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് ഒരുമിച്ച് സ്ക്രിപ്റ്റ് എഴുതിയ ചിത്രം. പ്രേമത്തിന് ശേഷം മഡോണ സെബാസ്റ്റ്യൻ നായികയാവുന്ന ചിത്രം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ഒരു സിനിമ. പക്ഷേ സംഭവം എനിക്ക് ആ പടം വർക്കായില്ല. ആ ഒരു മുഴുനീള കോമഡി പടത്തിൽ കൂടിപ്പോയാൽ 1-2 സ്ഥലത്ത് മാത്രമാണ് എനിക്ക് ചിരി വന്നത്. പക്ഷേ എന്റെ കൂടെ പടം കണ്ടവർക്കെല്ലാം അത് ഭയങ്കര ഇഷ്ടമായി. ഇനി അതല്ലാതെ ഞാൻ വേറെയും ചില ആളുകളോട് ചോദിച്ചപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. ഇതും കഴിഞ്ഞ അക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ അവിടെയും മികച്ച കമന്റ്സ് മാത്രം. അപ്പൊ പിന്നെ എനിക്ക് മാത്രം എന്താ ഇതങ്ങോട്ട് വർക്കൗട്ട് ആവാത്തതെന്ന് ഞാൻ കുറെ ചിന്തിച്ചു. എന്തോ ആ സിനിമയുടെ ആ ഒരു പ്രധാന പ്ലോട്ട്, അതായത് ഒരു ബുദ്ധിയും വിവരവുമുള്ള പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ ഒരു കുട്ടിയെ പറ്റിക്കുന്നത് പോലെ പറ്റിച്ച് അവര് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യം ഇല്ലാതാക്കുന്ന ആ ഒരു പ്രക്രിയ എനിക്ക് ഒട്ടും വർക്കൗട്ട് ആയിരുന്നില്ല. ആൻഡ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നു, ഈ സിനിമ അങ്ങ് മാറ്റി നിർത്തിയാൽ എന്നാ പിന്നെ അക്കാലത്ത് ഇറങ്ങിയ ഏത് കോമഡി സിനിമയാണ് നിനക്ക് ഇഷ്ടമെന്ന്. പക്ഷെ അതിന്റെ ഉത്തരം എന്റെ മനസ്സിലേക്ക് വന്നത് ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ കണ്ട ബാംഗ്ലൂർ ഡേയ്സിലെ ചില സിറ്റുവേഷണൽ കോമഡീസ്, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ചില കോമഡി രംഗങ്ങൾ, വടക്കൻ സെൽഫി, ഓം ശാന്തി ഓശാന, ഈവൻ ജേക്കബിന്റെ സ്വർഗരാജ്യം പോലെ ഒരു സീരിയസ് പടത്തിലെ ചില ലൈറ്റ് ഹാർട്ടഡ് മൊമെന്റ്സ്, ഇതൊക്കെ കണ്ടാണ് ഞാൻ അക്കാലത്ത് ചിരിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞ ഈ ഡോട്ട്സ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരം എനിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഒരു 2003-4 ടൈമിൽ എനിക്കൊരു 10 വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചിരിച്ചാസ്വദിച്ച് കണ്ടിരുന്ന ദിലീപ് കോമഡികളിൽ നിന്ന് എന്റെ മൈൻഡ് ഓൾറെഡി അപ്ഗ്രേഡ് ആയി പോയിരുന്നു. ആൻഡ് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു 22 വയസ്സൊക്കെ ആവുമ്പോഴേക്ക് ആ പഴയ ദിലീപിനെ ഞാൻ നിവിൻ പോളിയെ വെച്ച് റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടിയാവാം ദിലീപ് തന്റെ തനതായ ശൈലിയിലുള്ള എല്ലാ നമ്പറും ഇട്ട് കോമഡി ചെയ്ത കിങ് ലയർ എന്ന ചിത്രം എനിക്ക് വർക്കൗട്ട് ആവാതെ പോയത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്നെ പോലെ ഈ സിനിമ വർക്കൗട്ട് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക.